ചോദ്യം ഇതാണ്, നമ്മുടെ സ്ത്രീകൾക്ക് ഈ സമൂഹത്തിനായിട്ട് എന്തെങ്കിലും നല്ലതായി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കുറച്ച് കാലങ്ങളായി നമ്മുടെ പാർലമെൻറ്റ് ബില്ല് പാസ്സാക്കിയ ശേഷം പഞ്ചായത്തുകളിൽ 50% സംവരണം ഏർപ്പെടുത്തുകയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ 50% സീറ്റിലേക്ക് സ്ത്രീകൾ മത്സരിക്കുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിൽ കേരളത്തിൽ വന്നിരിക്കുകയാണ്. അതിൻ പ്രകാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്ക് സംവരണമുണ്ട്. അതുകൂടാതെ ജനറൽ സീറ്റുകളിലും മത്സരിക്കാം. ഒരു മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരാനുള്ള ഭരണഘടനാപരമായ ഒരു സ്ഥലത്തേക്ക് സ്ത്രീകൾ 50% സംവരണത്തോടുകൂടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ സ്ത്രീകൾക്ക് സാധിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം 15 കൊല്ലത്തോളം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ഉരുക്കു വനിതയാണ് ഭരിച്ചിരുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്തെ രാജ്യമായ ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ അടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ ചന്ദ്രിക കുമരതുംഗ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ബേനസീർ ഭൂട്ടോ എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രധാനമന്ത്രിയായിരുന്നു. തൊട്ടടുത്ത മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്ത് ഭരണത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ പേരാണ് ആങ് സാങ് സൂചി. ഇത്ര അകലേക്ക് ഒന്നും പോകേണ്ട, നമ്മുടെ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ 3 ടേമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ പേരാണ് മമതാ ബാനർജി. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ജയലളിത എന്ന് പറയുന്ന ഒരു ധീര വനിത 10 വർഷത്തോളം മുഖ്യമന്ത്രിയായിരുന്നു. നമ്മുടെ PT ഉഷയാകട്ടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡലിന് വളരെ അടുത്ത് എത്തിയ ഒരു താരമാണ്. അതുപോലെ ബോക്സിങ്ങിൽ മേരി കോം, അതുപോലെ തന്നെ ബഹിരാകാശ ശാസ്ത്രജ്ഞർ. അങ്ങനെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് ഇവരൊക്കെ കാണിച്ചു തരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു അടക്കം. അപ്പോൾ സ്ത്രീകൾ വിചാരിച്ചാൽ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്നും സ്ത്രീ സമൂഹത്തിനെ മുമ്പോട്ട് നയിക്കാൻ സാധ്യമായ എല്ലാ നിയമങ്ങളും ഉണ്ടാക്കാൻ പറ്റുമെന്നും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലും പാർലമെൻറ്റിലും 50% സംവരണത്തോടെ സ്ത്രീകൾ ആ സ്ഥലത്തേക്ക് എത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൂടെ മാത്രമേ സമൂഹത്തിന് ഒരു ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഗുഡ് ബൈ.